നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ 22 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. CPIMന്റെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ ഹർത്താൽ. BJPയുടെ നേതൃത്വത്തിൽ ഒലവക്കോട് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. മുണ്ടൂർ മേഖലയിൽ തുടരെയുള്ള കാട്ടാന ആക്രമണത്തിൽ മനുഷ്യജീവൻ ഇല്ലാതാകുമ്പോഴും സർക്കാർ വാഗ്ദാനങ്ങൾ നടത്തി പുകമറ സൃഷ്ടിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. വന്യമൃഗശല്യം തടയാനുള്ള സർക്കാർ സംവിധാനം പരാജയപ്പെട്ടെന്ന് ഹർത്താൽ അനുകൂലി. തൃശൂർ മുണ്ടൂരിൽ ഇടിമിന്നലേറ്റ് വൻ നാശനഷ്ടം. 5ഓളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും തകർന്നു. സംഭവം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ. വിഷു ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. ദേശമംഗലം പൂങ്ങോട് പ്രവർത്തിച്ചിരുന്ന വാറ്റ് കേന്ദ്രം നശിപ്പിച്ചു. 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. വാർത്തകൾ വിശദമായി. വന്യമൃഗ ആക്രമണങ്ങൾ തടയണമെന്ന് ആവശ്യപ്പെട്ടും ആനക്കല്ലിൽ ആന ആക്രമണത്തിൽ 22കാരൻ മരിച്ച സംഭവത്തിലും പ്രതിഷേധിച്ച് CPM മുണ്ടൂരിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ആന ആക്രമണത്തിൽ പരിക്കേറ്റ അമ്മ വിജി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. വന്യമൃഗശല്യം തടയാനുള്ള സർക്കാർ സംവിധാനങ്ങൾ പരാജയപ്പെട്ടെന്നും ആന വനത്തിൽ നിന്നും പുറത്തേക്ക് വന്നത് ഫെൻസിംഗ് തകർത്താണെന്നും പ്രദേശത്ത് 7 വർഷത്തിനിടെ കാട്ടാനാക്രമണത്തിൽ 4 മരണവും 20ഓളം പേർക്ക് പരിക്കും പറ്റിയിട്ടുണ്ട്. സർക്കാർ വാഗ്ദാനങ്ങൾ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുകയാണെന്നും ഹർത്താൽ അനുകൂലികൾ പറഞ്ഞു. മുണ്ടൂർ മേഖലയിൽ തുടരെ കാട്ടാനാക്രമണത്തിൽ മനുഷ്യജീവൻ ഇല്ലാതാകുമ്പോഴും സർക്കാർ വാഗ്ദാനങ്ങൾ നടത്തി പുകമറ സൃഷ്ടിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണമായും പരാജയപ്പെട്ടു എന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഒലവക്കോട് DFO ഓഫീസിലേക്ക് നടന്ന പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ. വന്യമൃഗശല്യം നിയന്ത്രിക്കുന്നതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. വന്യമൃഗങ്ങൾ മനുഷ്യജീവൻ ഇല്ലാതാക്കുന്നത് സർക്കാർ പരാജയമാണെന്നാരോപിച്ച് ഒലവക്കോട് DFOയിലേക്ക് BJP നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രശാന്ത് ശിവൻ. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സംസ്ഥാന സർക്കാർ തന്നെ അവർ നടപ്പിലാക്കേണ്ട കാര്യങ്ങളിൽ ഗുരുതരമായ വീഴ്ച വരുത്തിയതുകൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് മുൻപിൽ തല കുനിച്ചു നിൽക്കുകയാണ്. അതായത് ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കേണ്ട സംസ്ഥാന സർക്കാർ, ഇവിടുത്തെ വനം വകുപ്പ് കാര്യക്ഷമമായി അവരെ ചെയ്യേണ്ട കാര്യങ്ങളിൽ കാര്യക്ഷമമായി ഇടപെടാതെ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്നാട്ടിലെ നിരവധി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 1-2 വർഷങ്ങൾക്ക് മുൻപാണ് ഈ ഫോറസ്റ്റ് ഓഫീസിന്റെ ഡിവിഷണൽ ഓഫീസിന്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ഇവിടെ നിന്ന് ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് ശിവരാമൻ എന്ന് പറയുന്ന ഒരു കുടുംബനാഥനെ രാവിലെ പ്രഭാത നടത്തത്തിന് ഇറങ്ങിയ സമയത്ത് ആന ചവിട്ടിക്കുന്നത്. അന്ന് എന്താണ് സർക്കാർ പറഞ്ഞത്? ഇനി ഇവിടെ ഇത്തരത്തിലൊരു ജീവൻ നഷ്ടപ്പെടുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ല, ശാശ്വതമായ പരിഹാരം വേണമെന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പാണ് മുണ്ടൂർ മേഖലയിൽ 1 വർഷത്തിനകത്ത് നിരവധി പേരുടെ ജീവനാണ് ആനക്കലിയിൽ പൊലിഞ്ഞുപോയത്. ഓരോ മരണം സംഭവിക്കുമ്പോഴും വനം മന്ത്രി അപഹാസ്യമായ പ്രസ്താവനകൾ നടത്തി രക്ഷപ്പെടുകയാണ്. വന്യമൃഗശല്യം തടയാനായി സർക്കാർ മുണ്ടൂരിൽ നടപ്പിലാക്കിയ പദ്ധതികൾ ആത്മാർത്ഥതയില്ലായ്മ മൂലം പരാജയപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ടാൽ നഷ്ടപരിഹാരം നൽകുന്ന സർക്കാരായി ഇടതു സർക്കാർ മാറി. മനുഷ്യജീവൻ വെച്ച് പന്താടുന്ന സർക്കാർ നയം തിരുത്തിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. BJP മലമ്പുഴ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികൾ, ജില്ലാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ മരിച്ച അലന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുനൽകി. അലന്റെ മരണത്തിൽ VK ശ്രീകണ്ഠൻ MP, CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു തുടങ്ങിയ പ്രമുഖർ അനുശോചിച്ചു. 3 മാസക്കാലമായി നാട്ടുകാരുടെ മലയോര മേഖലയിലുള്ള ഫോറസ്റ്റിൻ്റെ അതിർത്തിയിലുള്ള ആളുകളുടെ നിരന്തരമായ പരാതി, അത് വളരെ ഗൗരവത്തിലെടുക്കേണ്ടതായിരുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ഈ കാര്യത്തിൽ സംഭവിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നേരിട്ട് ആനയെ കണ്ടവരും നേരിട്ട് DFOക്ക് പരാതി കൊടുത്തവരൊക്കെ ഉണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായത് അവിചാരിതമായിട്ടാണ് ഇവർ യാത്ര ചെയ്യുമ്പോൾ കാണാൻ കഴിയാതെ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ആന ഇറങ്ങി എന്നുള്ള വിവരം മെസ്സേജായിട്ട് പോകാറുണ്ട്, അവരെല്ലാം അനൗൺസ് ചെയ്യാറുണ്ട്. അതിലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട്.
തൃശൂർ മുണ്ടൂരിൽ ഇടിമിന്നലിൽ വീടുകൾക്ക് നാശനഷ്ടം. ശക്തമായ ഇടിമിന്നലിൽ 5ഓളം വീടുകളിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും മറ്റു ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും നശിച്ചു. തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ഒറുവിൽ ഭവ്യന്റെ വീട്ടിലെ ഭൂരിഭാഗം ഉപകരണങ്ങളും കത്തിനശിച്ചു. സ്വിച്ച് ബോർഡുകളും ലൈറ്റുകളും പൊട്ടിത്തെറിച്ചതോടെ വീട്ടുകാർ ഭയന്ന് പുറത്തേക്ക് ഓടുകയായിരുന്നു. സമീപത്തെ പാറപ്പുറത്തെ വീട്ടിൽ ശ്രീധരന്റെ ഇൻവെർട്ടറും ലൈറ്റുകളും, കൊള്ളനൂർ തറയിൽ വീട്ടിൽ സിൻഡോയുടെ ഇൻവെർട്ടർ, ഫാൻ, ലൈറ്റ് എന്നിവയും കത്തിനശിച്ചു. സമീപത്തെ മറ്റു 2 വീടുകളിലും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. പുലർച്ചെ 12 മണിയോടെയായിരുന്നു സംഭവം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ദേശമംഗലം പൂങ്ങോട് പ്രദേശത്ത് പ്രവർത്തിച്ചിരുന്ന വാറ്റുകേന്ദ്രം വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് കണ്ടെത്തി നശിപ്പിച്ചു. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപകമായ പരിശോധനയിലാണ് വാറ്റുകേന്ദ്രം കണ്ടെത്തിയത്. 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. വനമേഖലയിൽ ചാരായം വാറ്റുന്നതിനായി സൂക്ഷിച്ചിരുന്ന 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളുമാണ് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ജീൻ സൈമൺ സിയുടെ നേതൃത്വത്തിൽ കണ്ടെത്തി നശിപ്പിച്ചത്. പ്രവർത്തനരഹിതമായ പന്നി ഫാമിന്റെ മറവിൽ വടക്കേച്ചോലയിലെ വെള്ളം ഉപയോഗിച്ചാണ് ചാരായം വാറ്റ് നടന്നിരുന്നത്. പ്രതിയെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ഉടനെ ഉണ്ടാകുമെന്ന് എക്സൈസ് അധികൃതർ പറഞ്ഞു. വരും ദിവസങ്ങളിലും മേഖലകളിൽ ശക്തമായ പട്രോളിംഗും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ അറിയിച്ചിട്ടുണ്ട്. അസിസ്റ്റന്റ് ഗ്രേഡ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ സജി MS, ബിനു MK, കൃഷ്ണകുമാർ PP, വി പ്രശാന്ത്, സന്തോഷ് CB, യദുൽ കൃഷ്ണ എന്നിവർ റെയ്ഡിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. ആറ്റൂർ അറഫ സ്കൂളിന്റെയും വെഫ കേരള ഫുട്ബോൾ അക്കാദമിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ 2 ദിവസങ്ങളായി നടന്നു വന്നിരുന്ന ഫുട്ബോൾ ഉത്സവം സമാപിച്ചു. മയക്കുമരുന്നിന്റെ വിപത്തിൽ നിന്ന് സമൂഹത്തിലേക്ക് എന്ന ആശയം മുൻനിർത്തിയാണ് ഫുട്ബോൾ ഫെസ്റ്റ് സംഘടിപ്പിച്ചത്. കുട്ടികളെ ചെറുപ്രായത്തിൽ തന്നെ ഫുട്ബോളിൽ ആകർഷിക്കുന്നതിന് ഗ്രാസ് റൂട്ട് ഫെസ്റ്റിവൽ ലക്ഷ്യമിടുന്നു. ഫുട്ബോളിലൂടെ വ്യക്തിത്വ വികസനം, സ്വഭാവ രൂപീകരണം എന്നതാണ് മുദ്രാവാക്യം. പുതുതലമുറയ്ക്ക് പഠിക്കുക, കളിക്കുക, വളരുക എന്നീ ലക്ഷ്യങ്ങളാണ് അക്കാദമി മുന്നിൽ വയ്ക്കുന്നത്. ചെറുതുരുത്തി CI അനന്തകൃഷ്ണൻ സമാപനം ഉദ്ഘാടനം ചെയ്തു. അറഫ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ KS അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഫുട്ബോൾ ടീം കോച്ച് KK ഹമീദിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കുട്ടികൾക്ക് പരിശീലന ക്ലാസ് നൽകിയത്. അറഫ സ്കൂളിൻ്റെ നേതൃത്വത്തിൽ അറഫയിൽ പഠിക്കുന്ന കുട്ടികൾക്കായിട്ട് 2 ദിവസത്തെ ഫ്രീ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പാണ് ഇവിടെ നടന്നത്. എല്ലാ കുട്ടികളും വളരെ സന്തോഷത്തിലായിട്ടും വളരെ ആക്റ്റീവുമായിട്ടാണ് ഇതിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇതിൽ കോച്ചുമാരായി കഴിഞ്ഞാലും ട്രെയിനിങ് കൊടുക്കുന്നതായി കഴിഞ്ഞാലും സംഘാടക ആളുകളായി കഴിഞ്ഞാൽ ശരി, വളരെ കുട്ടികളോട് വളരെ നല്ല രീതിയിലാണ് ഇടപഴകിയിട്ടുള്ളത്. ഭാവിയിലും ഈ കാലഘട്ടത്തിൽ സ്വഭാവ വൈകല്യങ്ങളും മൊബൈൽ അഡിക്ഷനൊക്കെ കൂടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കുട്ടികളെ ഇത്തരത്തിലുള്ള കായിക രംഗത്തേക്ക് നടത്തിവിടുന്നതായിട്ട് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കുകയും ഭാവിയിലും ഇത്തരം ക്യാമ്പുകളിൽ കുട്ടികളെ എല്ലാവരും പങ്കെടുപ്പിക്കുകയും കൂടി ചെയ്യണം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ നെടുമ്പുര പോസ്റ്റ് ഓഫീസിൽ 38 വർഷം സേവനം നടത്തിയ പോസ്റ്റ്മാൻ K കുഞ്ഞുമണിക്ക് നാട്ടുകാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. നെടുമ്പുര MVMLP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങ് UR പ്രദീപ് MLA ഉദ്ഘാടനം ചെയ്തു. പോകുമ്പോൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി പലതും ആവാം. അത് നമ്മുടെ മറുപടിയിലാണ് ആ സ്നേഹത്തോടു കൂടെ. നാളെ ഓരോ ചോദിച്ചാൽ അതിൻ്റെ മറുപടി നാളെ ചിലപ്പോൾ വരും, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ ആളുകളുടെ മനസ്സ് ചിലപ്പോൾ ആ വ്യക്തിയോട് ഒരു അകൽച്ച സംഭവിക്കും. അങ്ങനെ മുഖം മുറിച്ച് പറയാത്ത ഒരു വ്യക്തി ആയതുകൊണ്ടാവാം ഞാൻ കുഞ്ഞുമണി ചേട്ടനെ ഇങ്ങനെ വല്ലപ്പോഴും കണ്ടതെന്നല്ലാതെ ഇങ്ങനെ സ്ഥിരമായി നിങ്ങൾ കാണുന്ന പോലെ കണ്ടിട്ടില്ല. എന്നാലും ഒരു കാര്യം ഉറപ്പാണ്, നല്ല പെരുമാറ്റവും കൃത്യമായുള്ള ആ ഏൽപ്പിച്ച ജോലി കൃത്യമായി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു നാട് ഇങ്ങനെ തയ്യാറായിട്ടുള്ളത്. വളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് വാർഡംഗം M സുമേഷ് അധ്യക്ഷത വഹിച്ചു. ചെറുതുരുത്തി പോസ്റ്റ് മാസ്റ്റർ ലിയ വർഗീസ് ഉപഹാര സമർപ്പണം നടത്തി. ഗ്രാമപഞ്ചായത്ത് അംഗം MN വിനീഷ് മുഖ്യപ്രഭാഷണം നടത്തി. നെടുമ്പുര സ്കൂൾ പ്രധാനാധ്യാപിക അജിത, നെടുമ്പുര പോസ്റ്റ് മാസ്റ്റർ AP സരസ്വതി, P സോമസുന്ദരൻ, PN രാജേന്ദ്രൻ, EP ശശിധരൻ, NA ചന്ദ്രൻ, PG മൊയ്തീൻകുട്ടി, KM ഉമ്മർകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. യാത്രയയപ്പ് കമ്മിറ്റി ഖജാൻജി റിട്ടയർഡ് അധ്യാപകൻ PG മോഹൻദാസ് സ്വാഗതവും യാത്രയയപ്പ് കമ്മിറ്റി അംഗം N രജനി നന്ദിയും പറഞ്ഞു. നിരവധി നാട്ടുകാർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. തേനൂർ അത്താഴംപറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവേലയ്ക്ക് കൊടിയേറി. ഏപ്രിൽ 13 ഞായറാഴ്ചയാണ് വേല മഹോത്സവം. തിങ്കളാഴ്ച രാവിലെ ഭക്തിനിർഭരമായ ചടങ്ങിൽ ആയിരങ്ങളെ സാക്ഷി നിർത്തിയായിരുന്നു കൊടിയേറ്റം.
പനാവൂർ മനയ്ക്കൽ ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരി, ക്ഷേത്രം മേൽശാന്തി രഘുനാഥ് ഞാറക്കോട് മഠം എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. രാവിലെ ഗണപതി ഹോമം, വൈകിട്ട് തിരുവാതിരക്കളി, പ്രിയ സുഭാഷിന്റെ മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, ശിവാനന്ദയുടെ ശീതങ്കൻ തുള്ളൽ, ഭരതനാട്യം, സംഗീതാർച്ചന, ക്ലാസിക്കൽ ഡാൻസ് എന്നിവയുമുണ്ടായി. ദേശവേല ദിവസം ഞായറാഴ്ച ശ്രീരാമ പട്ടാഭിഷേകം, രാവിലെ 10-ന് പഞ്ചാരിമേളം, വൈകിട്ട് പകൽവേലയിൽ ഗജവീരന്മാരുടെ അകമ്പടിയോടെ എഴുന്നള്ളിപ്പ്, രാത്രി ഡബിൾ തായമ്പക ഉണ്ടായിരിക്കും. തിങ്കളാഴ്ച പുലർച്ചെ പാണ്ടിമേളത്തോടെ സമാപനം കുറിക്കും. പനാവൂർ ദിവാകരൻ നമ്പൂതിരിപ്പാട്ട് നാട്ടിലേക്ക് നടന്നു. ഇന്ന് മുതൽ 13-ാം തീയതി വരെ, 13-ാം തീയതിയുടെ വേള, 12-ാം തീയതി ഗാനമേള, 11-ാം തീയതി വിളക്കുപൂജ, ഈ ദിനം പരിപാടികളോടുകൂടി ഗംഭീരമായി ആഘോഷിക്കുകയാണ്. അതിൻ്റെ 7-ാം നാളിൽ കളികൾ ഉണ്ടാകും. നടന്ന ദിവസം എല്ലാവരുടെയും സഹായം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മങ്കര കാളികാവ് ഉത്രംവിളക്ക് മഹോത്സവം ഏപ്രിൽ 11-ന് വെള്ളിയാഴ്ച വിവിധ പരിപാടികളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തീകരിച്ചതായും ഭക്തജനങ്ങളുടെ സഹകരണമുണ്ടാകണമെന്നും ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. രാവിലെ 9 മുതൽ 11 വരെ കോങ്ങാട് ക്ഷേത്രകലാക്ഷേത്രം വത്സനും സംഘവും ചേർന്ന് അവതരിപ്പിക്കുന്ന പഞ്ചാരിമേളം, ആൽത്തറമേളം എന്നിവ നടക്കും. ഉഷപൂജ, ഉച്ചപൂജ എന്നിവയും ഉണ്ടായിരിക്കും. വൈകിട്ടോടെ വിവിധ ദേശകമ്മിറ്റികളുടെ വേലകൾ, ആന, മറ്റ് കലാരൂപങ്ങളുടെ അകമ്പടിയോടെ താവളം വഴി ക്ഷേത്രസന്നിധിയിലെത്തിച്ചേരും. വൈകിട്ട് ദീപാരാധന, കേളി, പറ്റ്, ശീവേലി എന്നിവയും ഉണ്ടായിരിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായും ഭക്തജനങ്ങളുടെ സഹകരണം ഉണ്ടാകണമെന്നും ഭാരവാഹികൾ അറിയിച്ചു. അപ്പോൾ ഈ നടക്കുന്ന ഏപ്രിൽ 11 നടക്കുന്ന ഉത്രംവിളക്ക് മഹോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന 11 ദേശ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വേലകൾ കാവിൽ വന്ന് കയറി വരുന്നു. അതുകൂടാതെ മറ്റുള്ള നാട്ടുകാരുടെയും മറ്റുള്ള ഉത്സവ കമ്മിറ്റിക്കാരുടെയും ഉത്സവത്തിന് നേതൃത്വം നൽകുന്ന ഉത്സവങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളുടെയും നേതൃത്വത്തിൽ ഈ ഉത്സവം ഭംഗിയായി നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ചുനങ്ങാട് കൊട്ടേക്കാവ് താലപ്പൊലി മഹോത്സവം വർണ്ണാഭമായി. മാർച്ച് 30-ന് ആരംഭിച്ച ഉത്സവ പരിപാടികൾക്ക് ഇതോടെ സമാപനമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. രാവിലെ 10-ന് ഊട്ടുപുര ശിവക്ഷേത്രത്തിലേക്ക് പാന എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 4:30-ക്ക് ശിവക്ഷേത്രത്തിൽ നിന്നും പാന എഴുന്നള്ളിപ്പ്. തുടർന്ന് വിവിധ ദേശവേല കമ്മിറ്റികളുടെ വേലാഘോഷങ്ങൾ ക്ഷേത്രാങ്കണത്തിലെത്തി. പൂതൻ, തിറ, ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, വിവിധ കലാരൂപങ്ങൾ എന്നിവ വേലകൾക്ക് അകമ്പടിയായി. നിരവധി പേരാണ് പൂരം ആസ്വദിക്കാനെത്തിയത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. മുണ്ടൂർ ആനക്കല്ലിൽ ആനയുടെ ആക്രമണത്തിൽ 22 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ വ്യാപക പ്രതിഷേധം. CPIM-ന്റെ നേതൃത്വത്തിൽ മുണ്ടൂരിൽ ഹർത്താൽ. BJP-യുടെ നേതൃത്വത്തിൽ ഒലവക്കോട് DFO ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച്. മുണ്ടൂർ മേഖലയിൽ തുടരെയുള്ള കാട്ടാനാക്രമണത്തിൽ മനുഷ്യജീവൻ ഇല്ലാതാകുമ്പോഴും സർക്കാർ വാഗ്ദാനങ്ങൾ നടത്തി പുകമറ സൃഷ്ടിക്കുകയാണെന്ന് BJP പാലക്കാട് ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ. വന്യമൃഗശല്യം തടയാനുള്ള സർക്കാർ സംവിധാനം പരാജയപ്പെട്ടെന്ന് ഹർത്താൽ അനുകൂലി. തൃശൂർ മുണ്ടൂരിൽ ഇടിമിന്നലേറ്റ് വൻ നാശനഷ്ടം. 5ഓളം വീടുകളിലെ ഇലക്ട്രിക് ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും പൂർണ്ണമായും തകർന്നു. സംഭവം നടന്നത് തിങ്കളാഴ്ച പുലർച്ചെ. വിഷു, ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി വടക്കാഞ്ചേരി എക്സൈസിന്റെ നേതൃത്വത്തിൽ വ്യാപക പരിശോധന. ദേശമംഗലം പൂങ്ങോട് പ്രവർത്തിച്ചിരുന്ന വാറ്റ് കേന്ദ്രം നശിപ്പിച്ചു. 250 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.